വേണം. കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ ധാർമ്മികത വേണം. എന്നോട് ഒരാൾ പറഞ്ഞു ധാർമ്മികത കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞു. അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ധാർമ്മികതയോട് അല്ല, അത് അവർ എടുക്കണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട്. അതെ, പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പോലും, അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്രയും അധികം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെന്ന് ഉള്ള ഒരു അഭ്യൂഹങ്ങളുണ്ട്. ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അതെ, സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അതായത് റീൽസും ഇതൊക്കെ നോക്കിക്കൊണ്ട് അടുത്ത കാല ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച അങ്ങനെ ഞാൻ പറയുന്നില്ല. ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പലരുടെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളോട്